നമസ്കാരം. നോ ക്യാപ്പിൽ നിന്നും മാധ്യമപ്രവർത്തക അപർണ സെൻ പുറത്തേക്ക്. ഇടതനുകൂല ചാനലായ നോ ക്യാപ്പിൽ നിന്നും പുറത്തായത് CPM വിരുദ്ധ വാർത്തകളുടെ പേരിലെന്നാണ് സൂചന. അപർണ സെൻ എന്ന മാധ്യമപ്രവർത്തക അടുത്തിടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് അവരുടെ വാർത്താ അവതരണ ശൈലി കൊണ്ടോ ചെയ്ത വാർത്തകളുടെ മികവ് കൊണ്ടോ അല്ല, അടിമുടി സംഘപരിവാർ വിരുദ്ധതയും ഇടതുപക്ഷ ആശയങ്ങളുടെ വക്താവുമായി നിലകൊണ്ടതിന്റെ പേരിൽ മാത്രമാണ്. റിപ്പോർട്ടർ ചാനലിലെ അവതാരകയായിരുന്ന അപർണ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകരെല്ലാം പടിയിറങ്ങിയപ്പോൾ ചാനലിന്റെ വാർത്താ മുഖമായി വന്നതായിരുന്നു. അതുവരെ ശബ്ദത്തിന്റെ പേരിൽ ഒഴിവാക്കപ്പെട്ടിരുന്ന അപർണയെ മറ്റൊരു ചോയ്സ് ഇല്ലാത്തതിനാൽ നികേഷ് കുമാർ വാർത്താ അവതാരകയായി മാറ്റുകയായിരുന്നു. അടിമുടി ധാർഷ്ട്യവും നികേഷ് കുമാറിന്റെ അവതരണ ശൈലി കടവുമെടുത്ത് ദിലീപ് ചർച്ചകളിൽ നിറഞ്ഞതോടെ അപർണ ജനങ്ങൾക്ക് പരിചിതയായി മാറി. പിന്നീട് കണ്ടത് റിപ്പോർട്ടറിൽ നിന്നുള്ള അപർണയുടെ പടിയിറക്കമായിരുന്നു. അവിടെയും സംഘപരിവാറുകാരാണ് ചാനലിനെ നിയന്ത്രിക്കുന്നതെന്ന വാദമുയർത്തി റിപ്പോർട്ടറിന്റെ മുതലാളിമാരായ മരംവെട്ടുകാരെ ഉയർത്തിക്കാട്ടി CPMന്റെ താരപ്രചാരകയായി മാറി. താരതമ്യേന വെറുമൊരു മാധ്യമപ്രവർത്തകയായിട്ടുകൂടി കേരളത്തിലുടനീളവും വിദേശത്തുമൊക്കെ CPM വക്താവിന്റെ വേഷം കെട്ടി മാധ്യമപ്രവർത്തകയായി വേദി കൈയടക്കാൻ അപർണയ്ക്ക് കഴിഞ്ഞു. അതിനിടയിലാണ് പുതിയൊരു ഓൺലൈൻ മാധ്യമവുമായി രംഗപ്രവേശം ചെയ്തത്. ആ മാധ്യമത്തിലൂടെ സംഘപരിവാർ വിരുദ്ധത കുത്തിനിറച്ച് വാർത്ത എന്ന പേരിൽ മാധ്യമ പ്രവർത്തകയായി അവരോധിതയായ അപർണ PR വർക്കിന്റെ ആശാത്തി കൂടെയായിരുന്നു. മാധ്യമ പ്രവർത്തനവും PR വർക്കും രണ്ടും വ്യത്യസ്തമായ ധ്രുവങ്ങളിലാണെന്നിരിക്കെ മാധ്യമ പ്രവർത്തക എന്ന വേഷം കെട്ടി PR വർക്ക് ചെയ്തതും വിവാദമായി. KK ശൈലജയ്ക്ക് വേണ്ടി വടകരയിൽ PR വർക്ക് ചെയ്തത് വൻ വിവാദത്തിലാണ് അവസാനിച്ചത്. KK ശൈലജയുടെ PR വർക്കിന് വേണ്ടി അപർണയുടെ ടീമിലുണ്ടായിരുന്ന ലിനിഷ മങ്ങാട് പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പിണറായി വിജയനെതിരെ വാർത്ത ചെയ്ത് ഇപ്പോൾ ഇടതുപക്ഷ അനുകൂലികളുടെ മാധ്യമ സ്ഥാപനമായി നോ ക്യാപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ലക്ഷങ്ങൾ PR വർക്കിനായി ചോദിച്ചത് നൽകാത്തതിനെ തുടർന്നാണ് പിണറായിക്കെതിരെ അപർണ തിരിഞ്ഞത്. റിപ്പോർട്ടർ ചാനൽ മരംവെട്ട് കേസിലെ പ്രതികളായ ആന്റോ അഗസ്റ്റിനും കൂട്ടരും ഏറ്റെടുത്തതോടെ ചാനൽ സംഘപരിവാർ പാളയത്തിലായി എന്നു പറഞ്ഞായിരുന്നു അപർണ റിപ്പോർട്ടറിൽ നിന്നും രാജിവെച്ച് പുതിയ തട്ടകം തേടിയത്. എന്നാൽ അതിനു മുൻപ് 6 വർഷമായി റിപ്പോർട്ടർ ചാനലിൽ ആന്റോ അഗസ്റ്റിനും കൂട്ടരും ഉണ്ടായിരുന്നു. എന്നാൽ അന്നൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്ന അപർണ തനിക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു ചാനൽ വിട്ടതെന്നാണ് സൂചന.